കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ബി.ജെ.പിക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന പേരിൽ ഒരു ദേശാഭിമാന ലേഖനം വരികയുണ്ടായി. ഈ ലേഖനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പിണറായി വിജയൻ സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2026 CPM അധികാരത്തിൽ വരാൻ എത്രത്തോളം സാധ്യതയുണ്ടെന്നാണ് സാർ മനസ്സിലാക്കുന്നത്? ഈ ലേഖനം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ച ഇന്ന് വീണ്ടും നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന 6-ാം തീയതി ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ട്. ഈ ലേഖനം നമ്മൾ കൃത്യമായി വായിച്ചു നോക്കുമ്പോൾ അടുത്ത 2026 തെരഞ്ഞെടുപ്പിലേക്ക് CPM-ഉം LDF-ഉം ഒക്കെ ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന ഒരു സ്ട്രാറ്റജിയാണ് യഥാർത്ഥത്തിൽ ആ ലേഖനം കൃത്യമായി പറഞ്ഞത്. അതിലൊന്നാമത്തെ കാര്യം പറയുന്നത് BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ BJPക്ക് മണ്ണൊരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അഖിലേന്ത്യാ തലത്തിൽ മണ്ണൊരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ പറയുന്നത് ആ ലേഖനം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നൊരു കാര്യം, ഇവിടുത്തെ ന്യൂനപക്ഷ മുസ്ലിം കമ്മ്യൂണിറ്റി ഏതാണ്ട് 30% വരും. ആ 30% വരുന്ന ന്യൂനപക്ഷ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് കൃത്യമായി CPM കൊടുക്കാൻ പോകുന്ന മെസ്സേജ് അല്ലെങ്കിൽ അവരുടെ പ്രചാരണ ആയുധമെന്ന് പറയുന്നത് കോൺഗ്രസ് ഇവിടെ BJPക്ക് മണ്ണൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്, BJPയുടെ ഒരു B ടീമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, BJPയെ ചെറുക്കാൻ കൃത്യമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കഴിയില്ല, അതുകൊണ്ട് BJPയെ ചെറുക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അവർ കൃത്യമായ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ പുറകിൽ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകളുണ്ട്, അല്ലാതെ നിരവധി ആളുകൾ ഉപദേശിച്ച കാര്യങ്ങളുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ തന്നെ ബുദ്ധിയുണ്ട്, പിണറായി വിജയൻ്റെ. അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിരിക്കുന്നു. അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് അതിൽ മുസ്ലിം ലീഗിനെ കുറിച്ച് പോലും പറയുന്നുണ്ട്. അതായത് മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകളടക്കം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞ് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനൊരു പശ്ചാത്തലവും കൂടിയുണ്ട്. ആ പശ്ചാത്തലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 11 നിയമസഭകളിൽ നമുക്കറിയാം BJP ആണ് മുന്നിൽ വന്നത്. ആ 11 നിയമസഭകളിൽ BJP മുന്നിൽ വന്നപ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ എതിരാളിയായിട്ടുള്ളത് CPM ആണ്. അപ്പോൾ അവിടെ രണ്ടാമത് നിൽക്കുന്നത് CPM ആണെങ്കിൽ ഉറപ്പായിട്ടും CPM-ന് വോട്ട് ചെയ്താൽ മാത്രമേ BJPയുടെ വളർച്ചയെ തടയാൻ കഴിയൂ എന്നാണ് CPM പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ നിങ്ങൾക്ക് വേറെ ഓപ്ഷനില്ല, ഞങ്ങൾ മാത്രമേ ഓപ്ഷനുള്ളൂ എന്ന് പറഞ്ഞു വെക്കുന്ന വഴി ഏതാണ്ട് പാലക്കാട് മുതൽ നിങ്ങൾ അറിയേണ്ടത് മലബാറിലുള്ള ഒരു 50-60ഓളം വരുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ വലിയ ഡിസിസീവായിട്ടുള്ള ഫാക്ടറുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രചരണമാണ് ഇനി ഉറപ്പായിട്ടും CPM തുടങ്ങാൻ പോകുന്നത്. ഇതൊരു സൈഡിൽ. ഇനി മറ്റൊരു സൈഡിൽ എന്താണ്? മറ്റൊരു സൈഡിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്കറിയാം ഈഴവ വോട്ട് ബാങ്കുകളടക്കം CPM-ൻ്റെ നിരവധി വോട്ട് ബാങ്കുകളിൽ വലിയ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ, വിള്ളൽ ഉണ്ടാക്കാനായിട്ട് BJP കഴിയുന്നു. BJPയിലേക്ക് നിരവധി വോട്ടുകൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ചില സർവേകളൊക്കെ പറയുന്നത് 42% ഈഴവ വോട്ടുകൾ BJPയിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ വോട്ടുകൾ അങ്ങനെ BJPയിലേക്ക് പോയിട്ടുള്ള വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി ഇപ്പുറത്ത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? അത് കുറച്ച് നാൾ മുമ്പ് വരെ ഒരു പലസ്തീൻ വിഷയം അല്ലെങ്കിൽ NRC അതുപോലെ പൗരത്വ നിയമം ഇതെല്ലാം എടുത്ത് പോരാടിക്കൊണ്ടിരുന്ന CPM അതിൽ നിന്നെല്ലാം വിഭിന്നമായി പലപ്പോഴും ഈ പറയുന്ന നമുക്കറിയാലോ മലപ്പുറത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഇത് ഹിന്ദുവിൽ വന്നിട്ടുള്ള ഇൻ്റർവ്യൂ നമുക്കറിയാം, ചില പരാമർശങ്ങൾ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഒരു മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ എടുക്കുന്നു എന്നത് പ്രചരണത്തിനൊക്കെ അതിനിടയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ കള്ളക്കടത്തും ഒക്കെ മലപ്പുറവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്ന് പറയുന്ന ധ്വനി പലപ്പോഴും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള പ്രചരണങ്ങളിലൂടെ തീർച്ചയായിട്ടും ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ഹിന്ദു കളഞ്ഞു പോയാൽ അല്ലെങ്കിൽ BJPയിലേക്ക് പോയിട്ടുള്ള വോട്ട് ബാങ്കുകളെ തിരിച്ചെടുക്കാനുള്ള കൃത്യമായിട്ടുള്ളൊരു പ്രചരണം നടത്തുമെന്നുള്ളതാണ് രണ്ടാമത്തേത്. അപ്പോൾ ഇത് രണ്ടും നടത്തുമ്പോൾ കൃത്യമായിട്ട് ഒരു കാസ്റ്റ് വൈസും ഈ പറയുന്ന കമ്മ്യൂണിറ്റി വൈസും ഒക്കെയുള്ള ഒരു സന്തുലിതാവസ്ഥ വളരെ കൃത്യമായി നടക്കും. ഇനി അടുത്തൊരു സെഗ്മെൻ്റ് എന്താണ്? അടുത്തൊരു സെഗ്മെൻറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അടുത്തൊരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ തൃശ്ശൂർ മുതൽ പത്തനംതിട്ട വരെയുള്ള നിരവധി മണ്ഡലങ്ങളിൽ നമുക്കറിയാം ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് വളരെ ഡിസിസീവായിട്ടുള്ളൊരു ഫാക്ടറാണ് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക്. കഴിഞ്ഞ തവണ പോലും എറണാകുളം ജില്ലയാണ് കോൺഗ്രസിനെ കുറച്ചെങ്കിലും രക്ഷപ്പെടുത്തിയത്. കോൺഗ്രസിന് ആകെ 21 സീറ്റേ ഉള്ളൂ ഇത്തവണ നിയമസഭയിൽ. ഓക്കെ, അതിൽ 5 സീറ്റുകൾ ഘടകകക്ഷിക്കും, ബാക്കി 15 സീറ്റുകൾ മുസ്ലിം ലീഗിനുമാണുള്ളത്. അപ്പോൾ ഇതിലാകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അടക്കമുള്ള സ്ഥലങ്ങളിൽ, മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും ഒരു മുസ്ലിം വോട്ട് ബാങ്കിൽ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് CPM ശ്രമിക്കുന്നത്. ഇനി അത് പറ്റിയില്ലെങ്കിലും
മറ്റു മണ്ഡലങ്ങളിൽ, അതായത് മറ്റ് നിരവധി മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ട് ബാങ്കുകൾക്ക് നിങ്ങൾ കോൺഗ്രസിനൊപ്പം നിന്നാൽ BJP എതിർക്കാൻ കഴിയില്ല, BJP ജയിക്കുമെന്ന് പറഞ്ഞ് കൂടെ വരുത്തുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹിന്ദു വോട്ട് ബാങ്കുകൾ, പോയ ഹിന്ദു വോട്ട് ബാങ്കുകളെ കൃത്യമായിട്ട് തിരികെ പിടിക്കാൻ കഴിയുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു BJP അല്ലെങ്കിൽ നവഫാസിസ്റ്റ് സംഘടന പോലും അല്ല എന്നുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അവർക്ക് പോലും, അതായത് കഴിഞ്ഞ തവണ BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് പോലും ഈ CPMന് വോട്ട് ചെയ്യാവുന്ന ഒരു പരിസരം ഒരുക്കുകയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തേതാണ് ഞാൻ പറഞ്ഞു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എറണാകുളം ജില്ലയിൽ 14 സ്ഥലത്തും ജയിച്ചത് കോൺഗ്രസ്സാണ്. ഓക്കെ, അപ്പോൾ എറണാകുളം പോലെ, തൃശ്ശൂർ പോലെ, അല്ലെങ്കിൽ പത്തനംതിട്ട പോലെ, ഇടുക്കി പോലെയുള്ള ക്രിസ്ത്യൻ മജോറിറ്റി മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഈ കോൺഗ്രസ്സിന് കിട്ടാവുന്ന വോട്ടുകളിൽ ഒരു സർട്ടൈൻ പെർസെൻറ്റേജ് വേണമെങ്കിൽ BJPയിലേക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കുന്നതിന് വേണ്ടി വഖഫ് പോലെയുള്ള പ്രശ്നങ്ങൾ, മുനമ്പ് പോലെയുള്ള വിഷയങ്ങൾ തീർക്കാതെ തന്നെ വളരെ കൃത്യമായി ലൈവായി നിർത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ലൈവായി നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഞാൻ പറയുന്നത് BJPക്ക് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ചിലപ്പോൾ ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ നിന്നൊരു വിള്ളലുണ്ടായാൽ, CPM പ്രതീക്ഷിക്കുന്ന പോലെ ഉണ്ടായാൽ BJPയുടെ വോട്ട് പെർസെൻറ്റേജ് കൂടിയാൽ അത് ആരെ ബാധിക്കും? കോൺഗ്രസിനെ ബാധിക്കും. ആ കോൺഗ്രസിനെ ബാധിക്കുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെയും വോട്ട് ബാങ്കുകൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ മണ്ഡലങ്ങളിൽ CPMൻ്റെ സാധ്യത കൂടും. അപ്പോൾ എറണാകുളം ജില്ലയിൽ പോലും കഴിഞ്ഞ തവണ 6 സ്ഥലത്തെ LDF ജയിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു 7 ആയാൽ പോലും ഗുണമാണ്. ഞാൻ പറയുന്നത് മുഴുവനായും അറിയുമെന്നല്ല, പക്ഷേ 7 ആയാൽ പോലും ഗുണമാണ്. അതുപോലെ പത്തനംതിട്ടയിലടക്കം, ഇടുക്കിയിലടക്കം പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി CPM ബിൽഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം. അതായത് 2026-ൽ CPMൻ്റെ പ്രചരണത്തിൻ്റെ ആയുധങ്ങൾക്ക് അല്ലെങ്കിൽ അജണ്ടകൾ കൃത്യമായി പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി ഇതിൻ്റെ തന്നെ മറ്റൊരു പ്രതിഫലനമാണല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് BJPയിലേക്ക് തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് നിരവധി ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാവുകയും ഒരു പെർസെൻറ്റേജ് ആർക്ക് കിട്ടുകയും ചെയ്തു? സുരേഷ് ഗോപിക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, അത്തരത്തിൽ കുറച്ചുകൂടി ജനകീയരായിട്ടുള്ള ആ കാൻഡിഡേറ്റുകളെ കണ്ടെത്തുകയും അവരെ പ്ലേസ് ചെയ്യുവാനുമൊക്കെ BJPക്ക് കഴിഞ്ഞാൽ ഈ BJPക്ക് ഇത്തരം മേഖലകളിൽ കുറച്ചുകൂടി വലിയ സ്വാധീനമോ വോട്ടോ ഒക്കെ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയൊക്കെ വരുമ്പോൾ പോലും നേരത്തെ പറഞ്ഞതുപോലെ CPMന് വലിയ തോതിൽ ഗുണം ചെയ്യും എന്നാണ് CPM വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞാൽ CPMന് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജിയാണ് അവർക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ട്രാറ്റജി. ഞാനിപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പടക്കം, ഹരിയാന തെരഞ്ഞെടുപ്പടക്കം, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പടക്കം നിരവധി തലങ്ങളിൽ, അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ്, ഡൊണാൾഡ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പടക്കം, പ്രഭാവോ സുബിയാന്തോ ഇന്തോനേഷ്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയതടക്കം ഞാൻ വളരെ വിശദമായി കീൻലി ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഞാനൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ പലപ്പോഴും ഇത്തരം ഇലക്ഷനുകളെ വളരെ സാഹൂതം വീക്ഷിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ എങ്ങനെയാണ് എർദോഗാൻ തുർക്കിയിൽ അധികാരത്തിൽ വന്നത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ വളരെ കൃത്യമായ ഒരു സ്ട്രാറ്റജി ഒരു കൊല്ലം മുമ്പ് തന്നെ CPM മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഡൽഹി, മഹാരാഷ്ട്ര, ഹരിയാന തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് CPM പഠിച്ച പാഠമാണ്. അത് ഡൽഹിയിൽ പ്രത്യേകിച്ചും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉടനെ തന്നെ എങ്ങനെയായിരിക്കണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്ന് വിചാരിച്ച് BJP മാക്രോ ലെവൽ പ്ലാനിങ് നടത്തിയത്. ഞാനത് വിശദീകരിക്കുന്നില്ല, കാരണം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, 32 മിനിറ്റുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സൈഡിൽ നിന്നും അടിക്കാൻ CPM തയ്യാറെടുത്തിരിക്കുന്നു. അതിന് സുസജ്ജമായിട്ടുള്ള ഒരു സംഘടന കൂടി ഉണ്ടായിരിക്കുന്നു. എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളും പൂർത്തിയാക്കി, എല്ലാ ഏരിയ സമ്മേളനം 35,000-ലധികം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കി, ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ഈ കേരളത്തിൽ അതിഗംഭീരമായി CPMൻ്റെ സമ്മേളനം തുടങ്ങുന്ന അവസരത്തിലാണ്, മുമ്പത്തെ ദിവസമാണ്, തുടങ്ങുന്ന ദിവസമാണ് പിണറായി വിജയൻ ഇത്തരത്തിലൊരു ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് 100% എനിക്ക് ഉറപ്പാണ് സ്ട്രാറ്റജി അവർ തീരുമാനിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുടെ അജണ്ട അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞ അജണ്ടയിലേക്ക് ഇനി എത്ര ദൂരം എന്ന് മാത്രമേ നമുക്കറിയാനുള്ളൂ. ഒരു ലാസ്റ്റത്തെ 4-5 മാസങ്ങൾ കൂടി എത്തുമ്പോൾ ഇതിനെല്ലാത്തിനെയും മറികടക്കാൻ കഴിയുന്ന വലിയ സ്കീമുകൾ, പദ്ധതികൾ, സ്ത്രീകൾക്ക് 2000 രൂപ വീതം കൊടുക്കുന്ന, ചില കുട്ടികൾക്ക് യാത്ര സൗജന്യമാക്കുന്ന, സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കുന്ന ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ കൂടി വന്നേക്കാം. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചേക്കാം. ഇത്തരത്തിൽ വളരെ കൃത്യമായി അടുത്ത 14 മാസം 15 മാസത്തേക്കുള്ള ഒരു റോഡ് മാപ്പ്
കൃത്യമായി CPM തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്താലും കഴിഞ്ഞ 10 വർഷം അധികാരത്തിലിരുന്ന സർക്കാർ എന്ന നിലയിൽ എന്ത് ചെയ്തു എന്ന ക്വസ്റ്റ്യൻ CPM നേരിടേണ്ടി വരില്ലേ? നിങ്ങൾ അറിയേണ്ടത് ഈ സർക്കാരുകളുടെ ഇൻകുംബൻസി, ആൻറ്റി ഇൻകുംബൻസി എന്ന് പറയുന്ന ഭരണവിരുദ്ധ വികാരം ഒരു മാറ്ററാണ്. അത് ഇപ്പോൾ CPMന് നന്നായിട്ട് അറിയാം അതുണ്ട് എന്നുള്ളത്. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം അതുണ്ട് എന്ന് അറിയാമെങ്കിൽ പോലും CPM അതിനെക്കുറിച്ച് വിശദമായ സർവേ നടത്തി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇപ്പോൾ CPMന് 62 MLA-മാരുണ്ട്. ഈ MLA-മാരിൽ എത്ര പേർക്ക് ഒരു ആൻറ്റി ഇൻകുംബൻസി എഫക്റ്റിനെ മറികടക്കാൻ കഴിയും എന്ന് CPM പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം നിങ്ങളോട്. CPM ഈ ആൻറ്റി ഇൻകുംബൻസിയും ഭരണവിരുദ്ധ വികാരവും എല്ലാം ഉണ്ടായപ്പോഴും 2 തെരഞ്ഞെടുപ്പുകൾ CPM ജയിച്ചു. ഏതാണ് തെരഞ്ഞെടുപ്പുകൾ എന്നറിയോ? ഒന്ന് ചേലക്കരയിൽ പക്ഷേ CPM ജയിച്ചത് നേരത്തെ പറഞ്ഞ തന്ത്രം പയറ്റിക്കൊണ്ടാണ്. അതായത് 9000 വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് കുറഞ്ഞ് ആർക്ക് പോയി? BJP-യിലേക്ക് കൂടി 9000 വോട്ടുകൾ BJP-ക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടി. അത് CPM-ൽ നിന്നാണ് പോയത്. പക്ഷേ 9000 വോട്ട് എങ്ങോട്ട് പോയില്ല, കോൺഗ്രസിലേക്ക് പോയില്ല, അത് BJP-യിൽ കൂടി. 3920 വോട്ടുകൾ PV അൻവറിൻ്റെ സ്ഥാനാർത്ഥി അവിടെ പിടിച്ചു, NK സുധ്. എന്ന് പറഞ്ഞാൽ 13,000-ഓളം വോട്ടുകൾ ആര് പിടിച്ചു? ഇവർ രണ്ടുപേരും കൂടി പിടിച്ചു. യഥാർത്ഥത്തിൽ അവിടെ UR പ്രദീപ് ജയിക്കുന്നത് എത്ര വോട്ടിനാണ്? 12,000 വോട്ടിനാണ്. അപ്പോൾ അതുകൊണ്ട് 1000 വോട്ടിനെങ്കിലും വേണമെങ്കിൽ കോൺഗ്രസിന് അവിടെ ജയിക്കാൻ കഴിയുമായിരുന്നു, സാധ്യത ഇല്ലാതാക്കി. ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് പരിശോധിക്കാം. ആ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് K രാധാകൃഷ്ണൻ MP ആയി മത്സരിച്ച് ജയിച്ച തിരഞ്ഞെടുപ്പാണ്. രമ്യ ഹരിദാസിനെ തോൽപ്പിച്ചുകൊണ്ട്, ഇല്ലേ? ആ രമ്യ ഹരിദാസിനെ തോൽപ്പിച്ചുകൊണ്ട് ജയിച്ച തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു? അവിടെയും ആൻറ്റി ഇൻകുംബൻസി ഉണ്ടായിരുന്നു, ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ആ ആൻറ്റി ഇൻകുംബൻസിയെ മറികടക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ് കോർണർ, വ്യക്തിപ്രഭാവം, അത്തരത്തിലെ ആളുകളുടെ ഒരു സോഫ്റ്റ് കോർണർ ആരോടുണ്ടായിരുന്നു? K രാധാകൃഷ്ണനോട് ഉണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്തത്, രമ്യ ഹരിദാസ് ഒരു മികച്ച കാൻഡിഡേറ്റ് അല്ല എന്ന് പറയുന്ന ഒരു ധാരണ, MP എന്നുള്ള നിലക്ക് അത്ര നല്ല പെർഫോമൻസ് അല്ല എന്ന് പറയുന്ന ഒരു കാര്യം ആളുകളിലേക്ക് എത്തിയിരുന്നു. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ BJP ഒരു വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ ഇത് മൂന്നും കൊണ്ടാണ് 20,000 വോട്ടുകൾക്ക് K രാധാകൃഷ്ണൻ അവിടെ ജയിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിൽ ജയമുണ്ടാകാൻ സാധ്യതയുള്ള ഘടകങ്ങൾ കൃത്യമായി CPM വിലയിരുത്തുന്നുണ്ട്. ഇപ്പം തന്നെ കോൺഗ്രസിന് 20-21 MLA-മാരാണുള്ളത്. ആ 21 MLA-മാരിൽ എത്ര പേർക്ക് ആൻറ്റി ഇൻകുംബൻസി ഉണ്ട്, എത്ര പേർക്ക് വീണ്ടും അവിടെ നിന്ന് ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായി CPM-ൻ്റെ കയ്യിൽ കണക്കുണ്ട്. എത്ര 62 CPM MLA-മാരും LDF-ൻ്റെ MLA-മാരും 99 പേരും എവിടെയൊക്കെയാണ് ജയിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കാൻഡിഡേറ്റുകളെ നിർത്തണം എന്നുള്ള കാര്യത്തിൽ CPM-ന് ഒരു ധാരണയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചില കാൻഡിഡേറ്റുകൾ അവിടെ നിന്ന് മാറ്റിയാൽ പ്രശ്നമാകുമെന്ന് CPM-ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ചിലപ്പോൾ 2 ടേമിനൊക്കെ ചില ആളുകൾക്കൊക്കെ എക്സംഷൻ കൊടുത്തേക്കാം. മനസ്സിലായി? ഇപ്പോൾ VK പ്രശാന്തനാണെങ്കിലും സജി ചെറിയാനൊക്കെ എക്സംഷൻ കൊടുക്കാനുള്ള കാര്യമുണ്ട്. കാരണം അവരൊക്കെ ഉപതെരഞ്ഞെടുപ്പിലാണ് അവിടെ നിന്ന് ജയിച്ച് വന്നത്. അപ്പോൾ അത്തരത്തിൽ പല നിലപാടുകളിലും ഒരു ക്ലാരിറ്റിയോടുകൂടി അവർ മുന്നോട്ട് വരുന്നു. നമ്മളൊരു കാര്യം പറയുന്നത്, ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു യുദ്ധമാണ്. ആ യുദ്ധം ജയിക്കാനായിട്ട് കൃത്യമായി ഇതുപോലെ സ്ട്രാറ്റജി ഉണ്ടാവുകയും ആ സ്ട്രാറ്റജി കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു സംഘടനാ സംവിധാനം ഉണ്ടാവുകയും വേണം. ഇത് 2 CPM-നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനർത്ഥം ഇപ്പോൾ നമുക്ക് ഒറ്റടിക്ക് 2026-ൽ അധികാരത്തിൽ വരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കോൺഗ്രസ് ഇതേപോലെ തന്നെ മുന്നോട്ട് പോയാൽ, ഇതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാനുള്ള വലിയ നടപടികൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് അപകടത്തിലാണ്. CPM ഒരേ പടി മുന്നിലുമാണ് എന്നുള്ളതാണ് വാസ്തവം. സർ, ഇനി അടുത്ത ഇലക്ഷനിൽ പിണറായി വിജയൻ തന്നെ നയിക്കുമ്പോൾ LDF-നെ നയിക്കാൻ വരിക? ഏതാണ്ട് ഒരു 80% ഞാൻ വിശ്വസിക്കുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും വരിക എന്നുള്ളതാണ്. പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഒരു ഇലക്ഷനെ നേരിടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പിണറായി വിജയനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരവും ആളുകളുടെ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. അദ്ദേഹത്തെ മറികടക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രയും പോലും പ്രതീക്ഷയുള്ള മറ്റൊരു നേതാവിനെയും ഇപ്പോൾ തൽക്കാലം CPM-നകത്ത് എടുക്കാൻ ഇല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ കൂടി CPM-ന് ഗുണകരമാകും. അത് നേരത്തെ ഞാൻ പറയാൻ വിട്ടതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു ബിംബം നിൽക്കുന്നു. ആ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു ബിംബം നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായ വലിയ വിമർശനങ്ങൾ പോലും, ഒരു പരിധിക്കപ്പുറമുള്ള കാര്യങ്ങൾ പോലും CPM-ന് ഗുണകരമായി മാറിയേക്കാം. അതിപ്പോൾ കോൺഗ്രസ് ഉയർത്തിയാലും BJP ഉയർത്തിയാലും കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം വെച്ച് ഏതാണ്ട് 29-30-31% വോട്ടുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്. അപ്പോൾ അത്തരത്തിലൊരു കമ്മ്യൂണിറ്റിയുള്ള സ്നേഹം കൊണ്ടൊക്കെ തന്നെ ആ വോട്ടുകളുമൊക്കെ പലപ്പോഴും ചില മേഖലകളിലെങ്കിലും CPM-ന് ഗുണകരമായി ഭവിച്ചേക്കാം, മുസ്ലിം ലീഗ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ.
പിന്നെ താങ്കൾ പറഞ്ഞ പിണറായിയുടെ മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, പിണറായി എന്ന് പറയുന്നത് ഒരു ഈഴവ തീയ ഫാമിലി കുടുംബാംഗമാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ നയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നേരത്തെ ഒരു 40-42% വോട്ടുകൾ BJPയിലേക്ക് പോയതുമൊക്കെ തിരിച്ചു വരാൻ തന്നെയാണ് സാധ്യതകളുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ പോളറൈസേഷന് കൂടി ഇവിടെ നടന്നോട്ടെ എന്ന് ഒരു മൗനമായിട്ടുള്ള സമ്മതം കൂടി CPM കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഏതാണ്ട് 10-15 MLA-മാരെങ്കിലും ഇപ്പോൾ 2 ടൈം കഴിഞ്ഞാൽ മാറേണ്ടി വരും. അതുപോലെ 75 വയസ്സ് കഴിയുമ്പോൾ മാറേണ്ടി വരും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ തന്നെ എക്സംഷൻ ഉണ്ടാവുകയും എല്ലാവർക്കും കൊടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൃത്യമായി CPM പഠിച്ചുകൊണ്ട് ഇപ്പോൾ ചില ആളുകളെ മാറ്റിയാൽ ആ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ ചിലപ്പോൾ എക്സംഷൻ കൊടുക്കാനുള്ള സാധ്യതകളൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. കാരണം ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഐഡിയോളജിയേക്കാളൊക്കെ വലുത്, വളരെ വലുത് തീർച്ചയായിട്ടും ഭരണമാണ് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് അത് പിടിച്ചു നിർത്താൻ വേണ്ടി CPM ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. നേരത്തെ CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരൊക്കെ ഇലക്ഷൻ പോലും മത്സരിക്കുന്നുണ്ടായില്ല. ഇപ്പോൾ പക്ഷേ എല്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ഇലക്ഷൻ മത്സരിക്കുകയും അവരിൽ മഹാഭൂരിപക്ഷം പേരും മന്ത്രിയാവുകയൊക്കെ ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അധികാരമാണ്. പക്ഷേ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പറയുന്നു, ഞാൻ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ ക്രൈം നന്ദകുമാറിനോടത്ത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിക്കുകയാണെങ്കിൽ അത് BJPക്ക് വലിയ ദോഷം ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് ഒക്കെ വലിയ തോതിൽ പ്രശ്നമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഏതാണ്ട് ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇനി CPM അധികാരത്തിൽ വന്നാൽ അത് 100% ഉറപ്പാണ്. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് മാത്രമല്ല, ഒരുപക്ഷെ LDF-നെ തന്നെ കടപുഴക്കി എറിയാൻ പോകുന്ന വലിയൊരു കാര്യം കൂടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാം, BJPയെ സംബന്ധിച്ചും CPM അധികാരത്തിൽ വരുന്നതിനോട് അവർക്ക് വലിയ എതിർപ്പില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ CPM ഒരു തവണ കൂടി അധികാരത്തിലേക്ക് വരികയും അപ്പോൾ കോൺഗ്രസ് ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ ആ സ്പേസിലേക്ക് മാത്രമേ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോളിലേക്ക് വളരെ കൃത്യമായി BJPക്ക് കടന്നു കയറാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് കോൺഗ്രസിനേക്കാൾ ഭേദം പിണറായി വിജയനാണെന്നും ഒക്കെയുള്ള ഒരു നിലപാടിലേക്ക് ഇപ്പം തന്നെ അവരെത്തിയിട്ടുണ്ട്. അവരുടെ അണികളിൽ മഹാഭൂരിപക്ഷം പേരും എത്തിയിട്ടുണ്ട്. പലപ്പോഴും നമുക്കിപ്പോൾ റിപ്പോർട്ടർ ചാനലിലേക്ക് മീറ്റ് ദ എഡിറ്റേഴ്സ് സുജയ പാർവതിയൊക്കെ ഇരുന്ന് പിണറായി വിജയനെ പുകഴ്ത്തുന്നത് കാണുമ്പോൾ ഇത് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. BJPയുടെ ഉള്ളിലുള്ള മനസ്സ് ഒരു ലോങ് ടൈമിലേക്കുള്ള ഗ്രോത്തിന് CPM തന്നെ അധികാരത്തിലേക്ക് വരട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് മിക്കവാറും ഉറപ്പായും തന്നെ പിണറായി വിജയൻ തന്നെയായിരിക്കും നയിക്കാൻ സാധ്യത. അത് അഖിലേന്ത്യാ സമ്മേളനത്തിൽ 80 വയസ്സോ ചിലപ്പോൾ അതിൻ്റെ ഒരു എക്സെപ്ഷനോ ഒക്കെ തീർച്ചയായിട്ടും വന്നേക്കാം. അല്ലെങ്കിൽ ഈ സമ്മേളന കാലയളവിൽ തീരുമാനമൊന്നും എടുത്തില്ലെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള സെക്രട്ടേറിയറ്റിലും തീരുമാനം വന്നേക്കാം.